എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാതമൊന്നും എടുക്കാൻ വന്നില്ല. ഞാൻ നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞ ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു. ഒരു ക്യാരറ്റ് എൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞ ശേഷം നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ, എങ്കിൽ പിന്നെ അത് ശരിയാവത്തേ ഇല്ല. അപ്പം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റമാണ്. അതല്ലെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലോ രാവിലെയോ ഒക്കെ അവർക്ക് കൊടുത്തുവിടാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടിയും കുറച്ചധികം തേങ്ങയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും ഞാൻ കറക്റ്റ് മെഷർമെൻറ്റാക്കി പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണേ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നനഞ്ഞ് കിട്ടും. പിന്നെ 1 കപ്പ് കാച്ചിയ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെയ്യും പാലും ഉപ്പും പഞ്ചസാരയും എല്ലായിടത്തും വരത്തക്കവണ്ണം ഇളക്കിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഈ സമയം നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് തടവി കൊടുത്ത ശേഷം ഫസ്റ്റ് ലെയറിൽ ഞാൻ ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ. തേങ്ങയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ അടിയിൽ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തത് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഫുള്ളായിട്ട് വെച്ച ശേഷം ഒന്ന് അമർത്തി കൊടുത്തേക്കണം കേട്ടോ, എങ്കിലേ അത് സെറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഈ സമയം ഞാൻ ഇത് ആവിയേറ്റാനുള്ള പാത്രം വെള്ളമൊഴിച്ച് അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ, അതായത് ഭയങ്കര ടൈറ്റാക്കി നിങ്ങൾ അമർത്തി കളയരുത് കേട്ടോ, എങ്കിൽ പിന്നെ അത് അത്ര അങ്ങോട്ട് ശരിയാവത്തില്ല. ഈ ഒരു രീതിയിൽ ലൈറ്റായിട്ട് ഒന്ന് മീതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കണേ. അപ്പം ആവിയേറ്റുന്ന പാത്രത്തിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ആവിയേറ്റിയെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും കൂടിയല്ലേ ഇത്. ഇപ്പം 5 മിനിറ്റിന് ശേഷം ഞാൻ ആവിയെല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്കൊരു സ്പാച്ചിലുണ്ട്. സൈഡ് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. ഒതുക്കി കൊടുത്ത ശേഷം നമുക്കിനിയിപ്പം മറ്റൊരു പ്ലേറ്റ് ഞാൻ കൊണ്ടുവരാണ്. ഒന്നും കൂടി ഞാനൊന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് മറച്ചിടാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ നല്ലോണം ആവി വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ മറ്റൊരു പ്ലേറ്റ് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ഈ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഒന്ന് മറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. സംഭവം കിട്ടുമായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് പാൽപുട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. ഇത് നമുക്ക് ശരിക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കേക്ക് പോലെ തന്നെ. അപ്പോൾ നമുക്ക് എത്ര പീസാണോ അതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാനിതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കിയത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറച്ചധികം പണികളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ബാക്കി ഒന്നും ചെയ്യാനായിട്ടുള്ള നേരം എനിക്കില്ല ഇനി. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പഴമാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഈ ടെറസ് ആണെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടോ ഭയങ്കര അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുൻപൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കിയൊക്കെ വയ്ക്കും. കാരണം വൃത്തിയാക്കി വയ്ക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് വെള്ള ടെറസായിട്ട് കിടക്കും. പക്ഷേ ഇപ്പോൾ കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അത്രത്തോളം അഴുക്കുണ്ട്. അപ്പോഴാണ് നിസാറിക്ക് പറഞ്ഞത് ഇവർ വരുമ്പോഴേക്ക് ഇവരെ കൊണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കിക്കണം എന്നുള്ളത്. പാമ്പിള്ളേരാണെന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റിയൊന്നും നിർത്തേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവരും ചെയ്യണമല്ലോ.
അപ്പം നോക്കുമ്പോഴേക്കും ഓസ് വയ്ക്കാൻ പൈപ്പിൽ നോക്കുമ്പോൾ ഓസ് കയറുന്നില്ല. അപ്പം തീയിട്ട് അതിനൊന്ന് ലൂസാക്കിയിട്ട് വെച്ച് കൊടുത്തു. കാരണം വെള്ളം ഒഴിച്ച് വേണം ഇവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കഴിയാൻ. ഇതിപ്പം സംഭവം കാണുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ച് ടഫ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഇളകി കിട്ടാൻ ഒന്നാമത് പാടുണ്ട്. ഇപ്പം ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇതുപോലെ തട്ടിയിട്ടിട്ടൊക്കെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സുൽത്താൻ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇവർ രണ്ടുപേരും അവിടെ നിന്നുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ പിള്ളേരെ കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം കേട്ടോ. കാരണം അവരും ഇതൊക്കെ അറിഞ്ഞും കണ്ടും കേട്ടും ചെയ്യേണ്ടവരാണല്ലോ. അപ്പോൾ അല്ലാതെ അവരിപ്പോൾ വീട്ടിൽ വന്നു എന്ന് എഴുതിയിട്ട് റെസ്റ്റ് എടുക്കാൻ എന്നുള്ള ആ പദം വേണ്ട കേട്ടോ. നമ്മളുടെ മക്കളെ കൊണ്ട് ആൺപിള്ളേരാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്യിപ്പിക്കുക. ഇപ്പം അറിഞ്ഞും കണ്ടും ഇപ്പോൾ ഈ കാലത്തെ കുട്ടികളിൽ പലരും ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ പിള്ളേരും അങ്ങനെ തന്നെയാണ്. അവരിപ്പോൾ അറിഞ്ഞും കണ്ടൊന്നും ചെയ്യത്തില്ല. നമ്മളിതുപോലെ പറയുകയാണെങ്കിൽ അവർ ടെറസിൽ വന്ന് അല്ലെങ്കിൽ ഏത് ജോലിയാണോ അതങ്ങ് ചെയ്യും. അപ്പം ഇത്രയെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. കണ്ട എന്തുമാത്രം അഴുക്കാണെന്ന് നോക്കിക്കേ. അതിങ്ങനെ സുൽത്താൻ ആ ഓവിൽ കൂടി അങ്ങ് വിടുകയാണ് കേട്ടോ. കാരണം ഇത് അഴുക്കായിട്ട് ഇരിക്കുമ്പോൾ ടെറസ് കാണാൻ തന്നെ ഭയങ്കര, ടെറസാണെങ്കിലും ഒരു വൃത്തികേടല്ലേ. അപ്പം നമ്മളുടെ വീടാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മളുടെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചുറ്റിനും ഒന്ന് കണ്ണോടിക്കുമ്പോൾ മനസ്സിലാവും നമ്മളുടെ വീടുകളിൽ എവിടെയൊക്കെ എന്തൊക്കെ അഴുക്കായിരിക്കുന്നെന്നുള്ള സംഭവം. അപ്പോൾ ഇതുപോലെ നല്ല വെയിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ലേ. വെയിലിൻ്റെ ഗാഢത കൂടിക്കൂടി വരുവാണ്. ഇപ്പോൾ ഡിസംബർ ലാസ്റ്റായി എന്നിട്ട് പോലും ചൂടിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. പിന്നെ ആ സ്റ്റെപ്പിലേക്ക് എത്തിയവർ ആ സ്റ്റെപ്പും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നിർത്തണേ. ഇപ്പോൾ ഇവർ ടയേർഡായിട്ട് അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കാമെന്ന്. ഇപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് മുസമ്പി എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓരോരുത്തർക്കും ഓരോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം 2 മുസമ്പി എടുത്തു. ഇപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കുമ്പം എന്തൊരാശ്വാസമാണ്. അത് ഈ നല്ല ചൂട് സമയത്ത് നമ്മൾ കുടിച്ചു നോക്കണം. അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു നല്ല ഒരു ക്ഷീണമൊക്കെ മാറുന്ന ആ ഒരു ഫീല് കിട്ടുന്നത്. അപ്പം ഞാൻ ഓറഞ്ച് അതായത് മുസമ്പി ഇതിലേക്ക് ഇട്ട ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, വളരെ കുറച്ച് മതി. എന്നിട്ട് ഇനിയിപ്പം ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ട, അപ്പം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിന് ഈ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇത് മുസമ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം വയറിന് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഈ ഓറഞ്ചിൻ്റെ ചണ്ടിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ വയറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ജ്യൂസ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കുംബറാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഉഷ്ണമുള്ള ടൈമിൽ നിങ്ങൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തു നോക്കും. ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കുക്കുംബറിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ജ്യൂസുകൾ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കുംബറും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കണേ. പിന്നെ നാരങ്ങയുടെ നീര് മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഉപ്പാണ് ഇട്ടത്. പിന്നെ ഐസ് ക്യൂബ്സ്, ഞാൻ ഒരുപാട് ഐസ് ക്യൂബൊന്നും ഇടുന്നില്ല. ഇതുപോലെ 2 പീസേ ഇട്ടിട്ടുള്ളൂ, 2 ക്യൂബേ ഇട്ടിട്ടുള്ളേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കുംബറിൽ കുറച്ച് വെള്ളം നമ്മൾ ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലത്തെ ജ്യൂസറിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. മാറ്റി വെക്കണതല്ല, അവരിപ്പോൾ താഴെ വരുമ്പോഴേക്ക് എടുത്ത് കുടിച്ചോളും. അപ്പം ഇനി അടുത്ത് ഞാൻ ക്യാരറ്റാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓറഞ്ചും കൂടി ഇട്ട് കൊടുക്കും. ക്യാരറ്റും ഓറഞ്ചും ചേർന്ന ജ്യൂസാണ്. ഇതിലും ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഐസ് ക്യൂബും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കും. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ ജ്യൂസും ഓറഞ്ചിൻ്റെ ഈ ഒരു ജ്യൂസും നമ്മൾ അടിച്ച ഉടൻ തന്നെ കുടിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും.
അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും അവർ ടയേർഡായിട്ട് വരുമ്പോഴേക്ക് അവർക്ക് സന്തോഷമാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലെ അടിച്ച ജ്യൂസ് എടുത്ത് കുടിക്കുന്നത്. അപ്പം നിങ്ങൾക്കിതിൽ ഏത് ജ്യൂസാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണം കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ആ കുക്കുമ്പറിൻ്റെ ജ്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്തായാലും നല്ല ടേസ്റ്റാണേ. തറ മാത്രമേ ആയുള്ളൂ, ഇതിൻ്റെ പാരപ്പറ്റൊന്നും റെഡിയാക്കിയില്ല. ഇത്ര ചിലപ്പോൾ തന്നെ അവർ തളർന്ന് വെയിൽ തുടങ്ങി. നല്ല വെയിലേ. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് തുണി ഇടിക്കാൻ തരും, അല്ലെങ്കിൽ ശരിയാകത്തില്ല. വേണ്ട, എത്ര പെട്ടെന്ന് ഉണങ്ങി നോക്ക്, അതാണ് രസം. അമ്മ ഇപ്പം എല്ലാ വീട്ടിലും സോളാറായി അല്ലേ? നോക്ക്, സോളാറില്ലാത്ത വീടുകളില്ല, എല്ലാ വീട്ടിലും സോളാർ. സോളാറൊക്കെ വെച്ചാലുവേ എന്ത് തന്നെ വെച്ചാലും നമ്മൾ ഈ മിന്നൽ രക്ഷാ കവചം വെക്കണം അല്ലേ? അത് വേണം. പ്രത്യേകിച്ച് ഇവിടെ കണ്ട, ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോണം അല്ലേ? വർഷാവർഷം അവർക്ക് മെയിൻ്റെനൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു വച്ചതല്ലേ ഇനി ഇത്ര രൂപ മുടക്കണോ എന്താണെന്നറിയാം, ഓരോ മിന്നൽ വരുമ്പോഴത്തേക്കേ ഇതിൻ്റെ ഒരു ബ്രാസിൻ്റെ തകിട് എന്തോ ഉണ്ട്, അതങ്ങ് താഴെ വരെ കൊടുക്കുന്നുണ്ട്, അത് എർത്ത് പോലെ. അതൊക്കെ പൊട്ടിപ്പോവും മിന്നൽ വരുമ്പോഴേ, അതുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നല്ല ഉയർന്ന പ്രദേശമാണേ. ഗ്രിൽ ചെയ്യാനുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്തതിന്റെ കാരണം എന്താണ്? ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാ. ഇവിടെ സൽമാന് ഭയങ്കര ഇഷ്ടമാണേ. എല്ലാവരും ഉള്ളപ്പോൾ ഇതുപോലെ ടെറസിൽ വന്നിരുന്ന് ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട്, അതിന്റെ പേരിലാണ് അവരെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടത്. വെയില് തളർന്നു പോണു കേട്ടോ. അപ്പോൾ ഇവരെല്ലാം കൂടി അടുത്ത പരിപാടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നിസാറിക്ക് അടുത്ത് തന്നെ ചോദിക്കാമേ. ഇതെന്താണ് പരിപാടി ഇവിടെ? പിള്ളേരുടെ പരിപാടി. അപ്പം ഇത് എന്താണെന്നറിയോ, പ്ലാസ്റ്റിക്കിൽ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടല്ലെന്ന് വെച്ചിട്ട് പ്ലാസ്റ്റിക് എന്താണെന്ന് നിസാറിക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടേ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിലുണ്ടല്ലോ ഭയങ്കര സെറ്റപ്പാക്കി കൊടുക്കണം എന്നുള്ള. ഇന്നല്ല കേട്ടോ, ഇപ്പോഴല്ല, പണ്ട് മുതൽക്കേ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഒരു സാധനം ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞെടുക്കത്തില്ലേ, അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. സനക്കുട്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. സനവു, സന ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേ. സനക്കുട്ടി ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേ. അപ്പം നിസാറിക്ക് അതാണ്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഫാബിമോളുടെ പല്ലിളക്കുന്ന ആ ഒരു സമയത്ത് നിസാറിക്ക് മനസ്സിൽ കുറിച്ചതാണ് കേട്ടോ, കുറച്ച് പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നിസാറിക്കൊക്കെ ഇഷ്ടം കേട്ടോ. അതായത് വെറൈറ്റി ആയിട്ട്, എന്നാൽ അവർക്കത് കഴിക്കുമ്പോൾ ഒരു കൗതുകം വേണം താനും. ആ ഒരു രീതിയിലൊക്കെയാണ് നിസാറിക്ക് എല്ലാം റെഡിയാക്കണത്. ഇപ്പോഴെന്നല്ല, മുൻപേ നിസാറിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സനക്കുട്ടിയാണ് ഇവിടെ വന്നിരുന്ന് കുറേയൊക്കെ അവളും ഓരോന്നിലൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഇവർ ചെയ്യുന്നത് പോലെ തന്നെ. സാധാരണ കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും എല്ലാം വലിച്ചു വാരിയൊക്കെ ഇടുമല്ലോ. അപ്പം അവളെ സംബന്ധിച്ച് അവൾ അങ്ങനൊന്നും ഇല്ല. ഗുഡ് ഗേൾ എന്താ ഹെൽപ്പ് ചെയ്യുന്ന സർക്കായ പോലെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള മോളാണ്. പിന്നെ നിസാറിക്കാണെങ്കിൽ ആർക്ക് എന്ത് കൊടുത്താലും അത് നല്ല, അതായത് ഭയങ്കര പെർഫെക്ഷനോട് കൂടിയിട്ട് സെറ്റപ്പാക്കി കൊടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചു ബാസ്ക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബാസ്ക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാസ്ക്കറ്റിലാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ നല്ല കളർഫുള്ളായിട്ട്, ഇപ്പോൾ നിസാറിക്ക് പറയായിരുന്നു നിസാറിക്ക് ഉദ്ദേശിച്ചതുപോലെ കളർഫുള്ളായിട്ടുള്ള കപ്പുകൾ കിട്ടിയിട്ടില്ല എന്ന്. അതായത് പല വർണ്ണങ്ങളിലുള്ള കപ്പുകളാണ്
ആണെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ എന്നൊക്കെയാണ് നിസാറിക്ക പറയണേ കേട്ടോ. നിസാറിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണേ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച മുളകൊക്കെ പകുതി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനിടയിൽ നല്ല മുളക് കിട്ടിയപ്പം കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പൊടിക്കാൻ മില്ലിലേക്ക് വന്നതാണേ. ഇത് എനിക്ക് പിള്ളേരുടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പൊടിച്ച് കിട്ടി എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ വന്ന് പൊടിപ്പിക്കുന്നത് കേട്ടോ. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ വന്നോളും, വന്ന് പൊടിച്ച് സുൽത്താനൊക്കെ ആണെങ്കിലും പൊടിപ്പിച്ച് കൊണ്ടുവരും. പിന്നെ വേണ്ട, ഞാൻ വന്ന് അതിൻ്റെ ആ ഒരു പരുവത്തിനൊക്കെ പറഞ്ഞ് പൊടിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് എഴുതി. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബോട്ടിലേക്കൊന്ന് മാറ്റി. അപ്പം ശരിക്കും പറഞ്ഞാൽ മല്ലി, മുളക്, മഞ്ഞൾ ഇതൊക്കെ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് വീട്ടിലിരിക്കുമ്പം ഭയങ്കര ഒരു സമാധാനമാണല്ലേ. ഇത് കണ്ടോ, രാത്രി ആയപ്പോഴേക്ക് നമ്മളുടെ സുലുവിന് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ സനക്കുട്ടി. സുലു ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്ക് സുലുത ഇരുന്നിട്ട് പറയുവാണ് സുലുവിൻ്റെ കഴുത്തൊക്കെ ഒന്ന് തടവി മസാജ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെയുള്ളൂ നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.